ഇനി നമ്മുടെ തെരഞ്ഞെടുപ്പിലേക്ക് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് ജിബിൻ ജെബി നമുക്കൊപ്പം ചേരുന്നു. ജിബിൻ, തിരുവനന്തപുരം സെൻട്രലിലെ പോരാട്ടം കടക്കുന്നുണ്ടോ? ഈ കുറച്ച് രാത്രി പുലർന്നതിന് ശേഷം എന്താണ് അവിടുത്തെ ഒരവസ്ഥ? ആളുകൾ ഇപ്പോഴും നഗരത്തിലും നാട്ടിൻപുറത്തുമൊക്കെ സജീവമാണ്. തിരുവനന്തപുരം സെൻട്രലിൽ കൂടുതലും നഗരോരങ്ങളാണല്ലോ. അത് തന്നെയാണ്, വാശിയേറിയ ത്രികോണ പോരാട്ടം തന്നെയാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം നടക്കുന്നത്. അത് നഗരപ്രദേശം മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനമായി എപ്പോഴും വോട്ട് ഷെയർ ഈ സ്ഥാനാർത്ഥിയുടെ വിജയപരാജയങ്ങളൊക്കെ നിർണ്ണയിക്കുന്നത് തീരദേശ മേഖലയിലെ വോട്ടുകളാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം, അതായത് ഈ മണ്ഡലത്തിൻ്റെ രൂപീകരണം മുതൽ തന്നെ UDFിൻ്റെ കോട്ടയായിരുന്നു തിരുവനന്തപുരം മണ്ഡലം ഉണ്ടായിരുന്നത്. അവിടേക്കാണ് 2021 ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ആന്റണി രാജുവിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ഒരു പരീക്ഷണം LDF നടത്തുകയും അവർക്ക് ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ളത്. ചേട്ടാ, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് എപ്പോഴും തീരദേശ മേഖലയിലെ വോട്ടുകളാണ്. അപ്പോൾ തീരദേശ പ്രദേശമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന വെട്ടുകാടാണ്. ഇവിടെ എങ്ങനെയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തിട്ടുള്ളത്? എനിക്ക് ഈ പാർട്ടിയുമായിട്ട് വലിയ ബന്ധമില്ല. ഞാൻ വിദേശത്തായിരുന്നു. ഇപ്പോൾ വന്നിട്ട് 2-3 കൊല്ലമാണ്. ഇവിടെ വന്ന് നമ്മളെ നാട് നല്ല രീതിയിൽ വരണം, നാട്ടിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടാകണം. അത് ഏത് പാർട്ടിയാണോ ആ പാർട്ടി തന്നെ നാട് ഭരിക്കണം. ഈ പ്രത്യേകിച്ച് ഒരു പാർട്ടിയെ പറയാൻ ഞാൻ ആളല്ലേ. നാട്ടിൽ വികസനം എത്തിയിട്ടുണ്ടോ? ഞാൻ വികസനം എനിക്കത് അറിയത്തില്ല. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ വിദേശത്തായോണ്ട്. SK നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നാട്ടിൽ പ്രധാനമായും ചർച്ചാ വിഷയങ്ങളാകുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലയിലെ കടലാക്രമണം, അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ ഇവിടെ വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുന്നുണ്ട്. ചേട്ടാ, ഈ ഒരു തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൽ തന്നെയുള്ള ഒരാളെന്ന നിലയിൽ എങ്ങനെയാണ് ഇത് കാണുന്നത്? ഏത് ഗവൺമെൻറ് വന്നാലും ഇവിടെ ഡെവലപ്പ് ഉണ്ടാകണം, ചെറുപ്പക്കാർക്ക് ജോലി കിട്ടണം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൂന്നാം തവണയും പിണറായി വിജയൻ വരണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം. എന്നാൽ മാത്രമേ ഈ നാട് നന്നാകത്തുള്ളൂ. മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ആന്റണി രാജു MLA ആയിരുന്നു, അദ്ദേഹം മാറുന്നു. ഓരോരോ സ്കൂളിൽ ബസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു. MLA ഫണ്ടിൽ നിന്ന് ഇഷ്ടംപോലെ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, സ്കൂൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്, എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ നിലവിലെ MLA ആന്റണി രാജുവിന് ഇപ്പോൾ മത്സരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ എങ്ങനെയാണ് സ്വീകരിക്കുന്നുണ്ട്? അദ്ദേഹത്തിനെക്കുറിച്ച് സിനിമ നടന്നുള്ള ഇതിൽ മാത്രമേ അറിയാം, മറ്റുള്ള കാര്യങ്ങൾക്ക് എനിക്ക് അറിയില്ല, പേഴ്സണലായിട്ട് അറിയില്ല. അതായത് ആന്റണി രാജു, തൊണ്ടി മുതൽ കേസുമായി ബന്ധപ്പെട്ട ആന്റണി രാജു നിലവിലെ MLAക്ക് മത്സരിക്കാൻ സാധിക്കാത്ത ഒരു അന്തരീക്ഷം വന്നു. അങ്ങനെയാണ് ഇവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ തേടുന്നതിന് വേണ്ടി CPM ഇറങ്ങുകയും LDF സ്വതന്ത്രനായി സുധീർ കരമന തന്നെ മത്സരരംഗത്തേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ UDF ഇവിടേക്ക് ഇപ്പോൾ മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത് അവരുടെ ഘടകകക്ഷി നേതാവ്, അവർക്ക് ഏറ്റവും വിശ്വസ്തനുമായിട്ടുള്ള CP ജോണാണ്. അതുകൊണ്ട് തന്നെ വിജയസാധ്യത ഉള്ള ഒരു മണ്ഡലം CP ജോണിന് കൊടുക്കണമെന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് തന്നെ ആ സീറ്റ് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. ചേച്ചി, നിങ്ങൾ ഏത് മണ്ഡലത്തിലാണ്? വട്ടിയൂർക്കാവ്. തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച് ഇവിടെ ആർക്കാണ് ഒരു വിജയ പ്രതീക്ഷയുള്ളത്? തിരുവനന്തപുരം മണ്ഡലത്തിൽ ചേട്ടാ, ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇവിടെ ആർക്കാണ്? കാരണം കരമന സുധീർ, കരമന ജയൻ, അതുപോലെ തന്നെ CP ജോൺ, ഇതിൽ ആർക്കാണ് ഒരു വിജയ സാധ്യതയുള്ളത്? നമ്മുടെ സുധീർ കരമന. എന്തുകൊണ്ടാണ്? കാരണം നേരത്തെ ആന്റണി രാജു ചെയ്തതിൻ്റെ തുടർച്ച ഉണ്ടാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സുധീർ ജയിക്കാനാണ് സാധ്യത. മണ്ഡലത്തിൽ കൊണ്ടുവന്നതായിട്ട് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വികസന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അത് ഞാൻ പറയാതെ തന്നെ ഈ ജനത്തിന് അറിയാലോ സാർ. ഇത് ഈ കാണുന്നതിൽ ഏറിയ പങ്കും ആന്റണി രാജു സാർ കൊണ്ടുവന്നിട്ടുള്ളതാണ്. LDF ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച അദ്ദേഹം എല്ലാം പൂർത്തീകരിക്കണമെങ്കിൽ 5 വർഷം കൊണ്ട് പറ്റൂല. അപ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് സുധീർ നിൽക്കുന്നത്. സംസ്ഥാനത്തും ഒരു ഭരണ തുടർച്ച തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നെ പോലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഉണ്ടാവണം, അതാണ്. SK തന്നെയാണ്. കാരണം ഈ മണ്ഡലം എന്ന് പറയുന്നത് നേരത്തെ SK പറഞ്ഞതുപോലെ തന്നെ നഗരപ്രദേശം കൂടുതലായുണ്ട്, അതുപോലെ തന്നെ തീരദേശ മേഖലയും, അതുപോലെ തന്നെ തീരദേശ മേഖലയ്ക്ക് ഒരു സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. എല്ലാ കാലത്തും ലത്തീൻ സഭാ വിശ്വാസികളാണ് ഇവിടുത്തെ ഈ തീരദേശത്ത് ഏറ്റവും അധികം വോട്ടുള്ളത്. ഇവരുടെ വോട്ട് ഷെയർ ആണ് എപ്പോഴും ഈ പാർട്ടികൾക്ക് നിർണായകമാവുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതേപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് BJPയുടെ മണ്ഡലത്തിലെ വേരോട്ടം എന്ന് പറയുന്നത് നിർണായകമായിരിക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും BJP ഇവിടുത്തെ വോട്ട് ഷെയർ അവർക്ക് വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിക്കാൻ ായിട്ടുണ്ട്. അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ജില്ലാ അധ്യക്ഷൻ തന്നെ BJPക്കും ഇവിടെ പോരാട്ടത്തിനായി എത്തിയിരിക്കുന്നത്. എന്തായാലും വാശിയേറിയ ഒരു ത്രികോണ മത്സരം തന്നെ തിരുവനന്തപുരം മണ്ഡലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.